ഇത് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് കമ്പനി, ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളെ കൂടെ കൊണ്ടുവരുന്നത് അവരെല്ലാം ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു വെക്കുന്നത് കൊണ്ടാണ് ആ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഏതിൽ പറയുന്നത്, ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് അതിനുണ്ട്, അതൊരു വ്യക്തിക്ക് തുല്യമാണ് അല്ലെങ്കിൽ ഒരാളിന് തുല്യമാണ് എന്ന് പറയുന്നതാണ് എൻറ്റിറ്റി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റല് എന്തായിട്ട് വരുന്നത്, ഒരു ലയബിലിറ്റി ആയിട്ട് ബിസിനസിനെ കാണിക്കുന്നത്. കാരണം ഓണർ എന്താണ്, ബിസിനസ്സുമായിട്ട് സെപ്പറേറ്റ് ആണ്. ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റല് ബിസിനസിനെ സംബന്ധിച്ചത് ലയബിലിറ്റി ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ ഇനി നമ്മൾ വ്യക്തമായി നിങ്ങൾക്ക് എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിപ്പിക്കാനുണ്ട്. അതിന് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കോൺസെപ്റ്റുകളും ഉണ്ട്. ആ കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനകത്ത് ഒരു കോൺസെപ്റ്റ് ആണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അത് തന്നെയാണ് ഇവിടെ പറയുന്ന എൻറ്റിറ്റി.